ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ന്യൂ സൗത്ത് വെയിൽസ് ബോർഡറിലോട്ട് പോവാണ്. ഞങ്ങൾ വേറെ ഫാമിലി ആയിട്ടല്ല, ഞങ്ങൾ 4 സുഹൃത്തുക്കൾ കൂടിയാണ് പോകുന്നത്. അവരെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ മനസ്സിൻ്റെ കുളിർമ തരുന്ന ഒരു മനോഹരമായ യാത്രയായിരിക്കും. അവർ ബീച്ചിൻ്റെ ഭംഗി കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവരും പെട്ടെന്ന് ഓടിച്ചെന്ന് പരിചയപ്പെടാം. എല്ലാവരും സെറ്റല്ലേ? ആദ്യം നമ്മുടെ എൽസനുണ്ട്. എൽസ ഓക്കെ അല്ലേ? നമ്മൾ നേരെ ബോർഡറിലോട്ട് പോവാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാകും കൂടുതൽ അല്ലേ? അല്ലേ? ഓക്കെ, സെറ്റല്ലേ? അപ്പൊ അടുത്തത് നമ്മുടെ ജോംസൺ ഉണ്ട്. ജോംസൺ അല്ലേ? സെറ്റല്ലേ? പിന്നെ എനിക്ക് നമ്മളെ ഒരുമിച്ച് യാത്ര ചെയ്യുമോ നമ്മളെല്ലാവരും അല്ലേ? ആദ്യമായിട്ടാണ് ഒന്നിച്ച് യാത്ര ചെയ്യുമോ എന്നല്ലേ? നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ന്യൂ സൗത്ത് വെയിൽസ് ബോർഡറിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? പോകുന്ന വഴിയെ മനസ്സിൽ കുളിർമ വരുന്നൊരു യാത്രയായിരിക്കും. ഓക്കെ അല്ലേ? ജിറ്റോ അടുത്ത നമ്മുടെ ജിറ്റോ ഉണ്ട്. ജിറ്റോ നമ്മുടെ വീഡിയോ കൂടെ ചെറിയ വീഡിയോ കൂടെ വന്നിട്ടുണ്ടല്ലേ? ഉണ്ടല്ലേ? അപ്പൊ സെറ്റല്ലേ? നമുക്ക് വിട്ടാലോ? ഓൾ സെറ്റ്. നേരെ ബോർഡർ. വണ്ടിയൊക്കെ ഓടിച്ച് പേക്കൻഹാം വന്നേക്കാണ്. ഇനി ഇവിടുന്ന് ഒത്തിരി ദൂരങ്ങൾ സഞ്ചരിക്കാണല്ലേ എൽസ? അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ കയറി രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ബർഗർ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. സാറിന് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആണുങ്ങളുടെ ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറി ഇറങ്ങി ഒന്ന് കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് നേരെ അങ്ങോട്ട് കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളല്ല കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ തന്നെ മാറി നെൽസൺ ആരെങ്കിലും മേടിച്ചു കൊടുക്കുന്നുണ്ട് നിൽക്കുക നെൽസൺ. അതെ, എന്നാൽ കയറി കഴിച്ചാലോ? ഹംഗ്രി ജാർസ് ഓക്കെ അല്ലേ? എല്ലാം സെറ്റല്ലേ? ഇനി വിജനമായ വഴിയിൽ കൂടി ഊഴികളിൽ കൂടി പോണ്ടതാണ്. ധൈര്യമായിട്ട് കയറിക്കോ. എൻ്റെ ജോംസ് ഇത് കുറേ നേരം വലിയ ഓർഡർ ചെയ്യാൻ തുടങ്ങിയത്. ഒരു പുള്ളി അവിടെ നിന്ന് 1 മണിക്കൂർ ഓർഡർ ചെയ്യും ജെൽസൺ. ഓ അങ്ങനെ ആണോ? ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം, നമുക്ക് തകർത്തേക്കാം. അതെ ഇനിയിപ്പോൾ വീട്ടിലെ ഫുഡിന് ഏറ്റവും നല്ല 5 കേൾക്കണ്ട, പണിയാവും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ച് ഓരോരുത്തർ വെയിറ്റ് ചെയ്യാണ്. നെൽസൺ എന്നാ നെൽസൺ ഓർഡർ ചെയ്തേക്കുന്നത്? ബർഗർ അല്ലേ? ജോംസൺ ഇവരായിട്ടും കിട്ടിയിട്ടില്ല, അവിടെ എല്ലാം തീർന്നു പോകാന്ന് പറഞ്ഞത് പുള്ളി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ജോംസൺ എന്തോ അധികം കിട്ടിയോ? ഇതെന്നാ സംഭവം? അത് ലൈറ്റായിട്ടൊരു 5 ബർഗർ. ഇനി കഴിച്ചു. ഇനി വിജനമായ റോഡുകളാണ് അങ്ങോട്ടുള്ള. അപ്പോൾ ഇവിടെ ഇപ്പോൾ വയർ നിറച്ചിട്ട് പോകണം കേട്ടോ. എല്ലാം സെറ്റ്. നല്ല ഭക്ഷണം അല്ലേ? നല്ല കുഴപ്പമില്ല. നമ്മളങ്ങനെ ഹംഗ്രി ജാക്സ് അധികം കയറാറില്ല, പക്ഷേ കുഴപ്പമില്ല അല്ലേ സാർ? അങ്ങനെയല്ലേ? കൊള്ളാല്ലേ? എന്നാലും ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് ഇച്ചിരി. അതുകൊണ്ട് ഭാര്യ ഉണ്ടാക്കുന്ന തന്നെയാണ് നല്ലത് എല്ലാവർക്കും. കുഴപ്പമില്ല കേട്ടോ. ഹംഗ്രി ജാക്സ് നമ്മുടെ ബൊന്തായിലൊന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും ഹംഗ്രി ജാക്സ് കയറാറുള്ളൂ. അടിപൊളിയാണ്. ഈ മാക്ക് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സൂപ്പർ. ഇനി നമ്മൾ നേരെ ഹിൽസുല്ലേ ദെൻ മേരിസുല്ലേ, അവിടെ നിന്നാണ് നമ്മൾ നേരെ ന്യൂ സൗത്ത് വെയിൽസ് ബോർഡറിലോട്ട്. അടിപൊളിയല്ലേ? ജിറ്റോ കുഴപ്പമില്ലല്ലേ? വിടുവല്ലേ? ഞാൻ കയറിയോ പോയേക്കാം. നമ്മുടെ ഡ്രൈവർ ചേഞ്ചാണ് അല്ലേ? ഇത്രയും നേരം ജിറ്റാണ് വണ്ടി ഓടിച്ചത്. ഇനി ഡ്രൈവർ ചേഞ്ച് ജോംസൺ. ഇനി ജോംസന്റെ കൈ വിരലിൽ കൂടി അത് തന്നെ. ഓക്കെ, നമുക്കത് കെടുത്താം. ഓക്കെ എന്നാ വിട്ടേക്കാം. നമ്മളിവിടെ നിങ്ങൾ ഈ ഡാമിൽ വന്നിട്ടുണ്ടോ ജോംസ? ഇതാണ് മെറുണ്ട ഡാം. ജിറ്റോ വന്നിട്ടില്ല അല്ലേ? നമുക്ക് ഡാം കയറി പെട്ടെന്ന് കണ്ടിട്ട് പോവാം. നമ്മുടെ നാട്ടിലെ ചെറിയൊരു ഡാം. ഇത് 1 വേ ആണ്. ഇതുവഴി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ചില താഴോട്ടുള്ള വഴികൾ കാണാൻ പറ്റും. കണ്ടല്ലോ, ഇത് കണ്ടില്ലേ? മെറുണ്ട റിസർവർ പാർക്ക് കണ്ടില്ലേ? ഇതുവഴി നമുക്ക് അത് നോ എൻട്രി ആണ്. ഇത് ഇതുവഴി താഴോട്ട് ഇറങ്ങി പോകണം. പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം. നല്ല രസമാണ്. ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലൊക്കെ പോകാം. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. നല്ല നല്ല പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ മനോഹരമായ ചെടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കണ്ടല്ലേ? അടിപൊളി. ആ സാധനം തന്നെ പറഞ്ഞങ്ങ് മാറിപ്പോയി. നേരെ താഴെ കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ ഒരു കാർ പാർക്കുണ്ട്. കണ്ടില്ലേ? കൊക്കറ്റൂസൊക്കെ ഇവിടെ നല്ല സ്ഥലമാണ്. നല്ല ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ്. നമുക്കിത് അങ്ങേ അടുത്ത് പോയി പാർക്ക് ചെയ്യാം ജോമസ്. അവിടെ കണ്ടില്ലേ? അങ്ങോട്ട് ഇടുക്കി ഡാം കണ്ട മലയാളികൾക്ക് ഇതൊന്നൊന്നുമല്ല. ഇതെന്തൊരു ഡാം! അതെ, അങ്ങോട്ട് കൊണ്ട് പാർക്ക് ചെയ്തു.
എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തു. നിങ്ങളെ ഈ ഡാമിന് ഇതുവഴി വന്നിട്ടില്ല അല്ലേ? നമുക്കെന്താ മുകളിലോട്ടൊക്കെ കയറി പോയി. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇല്ല, ഒരു ശകലം കുഴപ്പമില്ല. നമ്മൾ ആ കഴിച്ചതിൻ്റെ ബർഗറിൻ്റെ അങ്ങ് ദഹിച്ചോളും. നീന്താൻ പറ്റില്ല. മുകളിൽ താഴോട്ട് നോക്കാൻ പറ്റും. അവിടെ ഡാമുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ അതായത് പിക്നിക് ഏരിയ, ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് നടന്നു പോകാം. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ വന്നേക്കാണ്. ഇതുണ്ട്, ഈ താമരയൊക്കെ ഉണ്ടല്ലേ അല്ലേ? ചെറിയ താമരയോ ഇത് ആമ്പലാണോ താമരയാണോ? ആമ്പലാന്ന് തോന്നുന്നല്ലേ? ആമ്പലാന്ന് തോന്നുന്നല്ലേ? ആമ്പലും കാര്യങ്ങളെല്ലാം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ചെറുതോണി അണക്കെട്ടിൻ്റെ അല്ലേ? ചെറിയൊരു എന്തൊക്കെയോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും വലുപ്പത്തിൽ വെള്ളമുണ്ട് കേട്ടോ. എല്ലാ ഡാമിൻ്റെ അടിഭാഗം ഇങ്ങനെ തന്നെ. അതെ. അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ വന്നു. അങ്ങനെ നല്ല വോക്കുകളൊക്കെ ഉണ്ട്, അടിപൊളി വോക്കുകൾ. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. സമയത്തിൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഏരിയ. ഇതാണല്ലേ, ഇതാണ് നമ്മുടെ ഡാം. നല്ല മനോഹരിയായിട്ട് ശാന്തമായിട്ട് ഒഴുകുന്നു. ഇവിടുന്ന് ഫിഷിങ്ങിനൊക്കെ നല്ല സ്ഥലം. പക്ഷേ ഇവിടെ ഒന്നും ഫിഷ് ചെയ്യാറില്ല, കാരണം ഫോറസ്റ്റാണ് ഇതെല്ലാം. ചിലപ്പോൾ അപ്പുറത്തെ കാണാൻ എനിക്കറിയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഈ തേക്കടിയൊക്കെ പോകണം അല്ലേ? അങ്ങനെ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന ഒരു സെറ്റപ്പാണ് ഇതുവഴി. വെള്ളം ഇപ്പോൾ കുറവാണ്, കാരണം മഴയില്ലല്ലോ. ഇപ്പോൾ സമ്മറല്ലേ, മഴ കുറവായതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നല്ലോണം വെള്ളം ഇങ്ങനെ താഴോട്ടിങ്ങനെ അവർ ഇത് വിടുന്ന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പൊളിയല്ലേ? അടിപൊളിയല്ലേ? നാട്ടിലൊരു വൈബ് മോളി വന്നപ്പോൾ അല്ലേ? ബോട്ടിങ്ങിനുണ്ടായിരുന്ന പൊളിയായിരുന്നു അല്ലേ? രസമായിരുന്നു. കാരണം നമ്മുടെ തേക്കടിയിലൊക്കെ പോകുന്ന അതേ ഒരു വൈബല്ലേ. ഇങ്ങനെ ഈ ഇടയ്ക്ക് തേക്കടി മാൻമേഡിലേക്കാണല്ലോ എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് കണക്ക് തന്നെ ഇരിക്കും ഏകദേശം. ആനയൊക്കെ ഇറങ്ങി വരുന്നു, വെള്ളം കുടിക്കുന്നതൊക്കെ കാണാനായിട്ട് വളരെ മനോഹരമായിരുന്നു. ചൂണ്ടയിടാൻ എനിക്കൊരു പിടുത്തമില്ല. ചിലപ്പം അലോടായിരിക്കും. അപ്പുറത്തിപ്പുറത്തൊക്കെ ചില പോയിന്റുകൾ കാണും. ഇതുവഴി ഇങ്ങനെ വോക്കുണ്ട്, നടക്കും. ഇങ്ങനെ 3-4 ഇങ്ങോട്ടൊക്കെ അടിപൊളിയായിട്ട് വോക്കിംഗ് ഉണ്ട്. അതെ, നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത്. ഇല്ലില്ല, നമുക്കിനി ഇതുവഴി തന്നെ താട്ടിറങ്ങും. നമുക്കെന്നാ വിട്ടാലോ അതൊക്കെ? അങ്ങോട്ട് വോക്കിംഗ് ട്രാക്കുകളാണ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഡാമൊക്കെ എന്നുകൊണ്ട് ഞാൻ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഡാമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി ഇറങ്ങി പോവാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മേരിസ്വില്ല്, അതായത് നമ്മുടെ ബ്ലാക്ക് സ്പർ ഡ്രൈവ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്, പക്ഷേ നമ്മുടെ നല്ല കാലം കൊണ്ട് എന്തോ മഴയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ വണ്ടി ഓടിച്ച് നേരെ ഇനി 360 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ. അവിടെ ചെന്നിട്ടാണ് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് നമ്മൾ കറക്റ്റ് പറയുന്നത്. ഞങ്ങൾ നമ്മുടെ മറുണ്ട റിസർവോയറൊക്കെ കഴിഞ്ഞത് ഇങ്ങോട്ട് നമ്മൾ ബ്ലാക്ക് സ്പറിനകത്ത് കയറി. ബ്ലാക്ക് സ്പർ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ഡ്രൈവാണ്. ഈ പറഞ്ഞ ചെറിയൊരു മിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കേട്ടല്ലോ പൊളിക്കും. അതായത് മെൽബൺ അടുത്തുള്ള അല്ലേ, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി അതിൻ്റെ ഇടവഴി ഇങ്ങനെ പോകുന്ന കാണാൻ, ഒഴുകി തഴുകി ആ മരങ്ങളെ തഴുകിയുള്ളൊരു പോക്ക് കാണാൻ, അല്ലെങ്കിൽ റോഡിനെ തഴുകിയുള്ളൊരു പോക്ക് ഭയങ്കരമാണ്. മെൽബണിൽ താമസിക്കുന്നവർക്കൊക്കെ വീക്കെൻഡിൽ പെട്ടെന്ന് വന്നിട്ട് പോകാൻ പറ്റുന്ന ഈ മെൽബണിലുള്ള എല്ലാവർക്കും ഇതറിയാം. ഈ ബ്ലാക്ക് സ്പറൊക്കെ ഒരുമാതിരി എല്ലാവരും ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ഡ്രൈവ് ചെയ്ത് വരുന്ന സ്ഥലമാണ് ഈ ഡാർനോഗ് റേഞ്ചേഴ്സ്. ഭയങ്കര നല്ല രസമല്ലേ കാണാൻ, പൊളി. ഈ ഒരു ഫോട്ടോയൊക്കെ പറ്റിയ സ്ഥലമാണ്. അതാ ഈ നല്ല ചില കളറിങ്ങൊക്കെ കൂട്ടിക്കൊടുത്ത നല്ല വിഷ്വൽസ് ആയിരിക്കും. ഇറങ്ങി നിൽക്കാൻ ചെറിയൊരു പോയിന്റുകളുണ്ട്. അതായത് ചെറിയ ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ ചില സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ നിർത്താം, ഈ സൈഡിൽ ഇങ്ങനെ നിർത്താം. അങ്ങനെ ചില പോയിന്റുകളുണ്ട്. കുറച്ച് നേരത്തെ ഓടത്തിന് ശേഷം ഞങ്ങൾ നമ്മുടെ അലക്സാണ്ടർ എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. നമ്മുടെ തൊട്ടപ്പുറത്തൊരു തൂക്കുപാലമുണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾ പണ്ട് കാലത്ത് ഇതുവഴി നമ്മുടെ മൗണ്ട് ബുള്ളറൊക്കെ പോയപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. ബ്രൈറ്റൊക്കെ പോയപ്പോൾ ഇതുവഴിയുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമാണ്. അത് നേരെ പച്ചപ്പാണ് ഏകദേശം. അപ്പോൾ ഏതായാലും നമുക്ക് പെട്ടെന്ന് ഈ കാഴ്ചകളൊക്കെ ഓടിച്ച് കണ്ടിട്ട് വീണ്ടും 250 കിലോമീറ്റർ മാത്രം. ഇന്നാൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇതിനകത്തിരുന്നാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശമാണിത്. പിന്നെ അവിടെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്, അവിടെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഈ പറഞ്ഞ കണക്ക് ജസ്റ്റ് തൂക്കുപാലം ഉണ്ടല്ലേ.
20% മാത്രമേ കയറാൻ പറ്റുള്ളൂ. നേരത്തെ ഇതുവഴി വന്നപ്പം വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വെള്ളമില്ല. കാരണം ഇപ്പം നമുക്ക് സമ്മറാണ്, അത് കാരണം വെള്ളമില്ല. നേരത്തെ വന്നപ്പോൾ ഇതുവഴി ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇപ്പുറത്തും പെട്ടെന്ന് കയറി യോജിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ് കേട്ടോ. ഇപ്പം വെള്ളം ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ഇവിടെ ഇപ്പം വെള്ളമില്ല. നമുക്കിങ്ങനെ തോന്നുമ്പോഴത്തേക്കറിയാം വെള്ളമില്ല. നേരത്തെ വഴി ഈ കല്ലിൻ്റെ വഴിയൊക്കെ വെള്ളം നിർഗളമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം വെള്ളമില്ല. എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പിള്ളേരുടെ അനങ്ങുന്ന പാലം, കളിക്കാനുള്ള പുതിയ പാർക്ക്, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. ഇതാണ് അലക്സാണ്ട്ര. അതിനപ്പുറത്താണ് ചെറിയ ടൗൺ സെൻറ്ററും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇതേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് നദിയല്ലേ, പക്ഷേ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു അല്ലേ? ആണല്ലേ? നല്ല രസമുള്ള സ്ഥലങ്ങളല്ലേ, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പം വെള്ളമില്ല. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ശകലമുണ്ട്, പക്ഷേ നേരത്തെ ഇങ്ങനെ ഒഴുകുമായിരുന്നു വെള്ളമേ. ഇവിടെ വെള്ളം ഈ നമ്മുടെ ഒരു വിൻ്റർ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം, മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളം ഒഴുകുണ്ടാവും. ഇപ്പം ഒന്നും കൊള്ളുകയല്ല വെള്ളം, കണ്ടില്ലേ? കെട്ടിക്കിടക്കുന്ന മഞ്ഞ് ചെറിയ. അതെ, നേരത്തെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ബാർബിക്യൂ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും. നമുക്ക് ഭക്ഷണം അതായത് ഞങ്ങളിങ്ങനെ ഈ റൂട്ട് വഴി മിക്ക സമയങ്ങളിൽ പോകുന്നത്, ഈ മൗണ്ട് ബുള്ളർ അങ്ങനെയൊക്കെ പോകുന്ന ബ്രൈറ്റ്. അതെ ടോയ്ലറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ നിന്നാണ് മിക്കപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഈ സ്ഥലത്ത്. അതെനിക്ക് എല്ലാ അറ്റ്മോസ്ഫിയറും നല്ല രസമാണ്. അതെ, ഇനി നമുക്ക് ഇനിയുണ്ട് 200 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അത് എന്തോ കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എവിടെ പോയായിരുന്നു? ഓ, കണ്ടോ? എന്നിട്ട് കണ്ടല്ലോ, അത് മതി. എന്നാ വിട്ടാലോ? അലക്സാണ്ടറൊക്കെ പൊളി സ്ഥലമല്ലേ? കുറച്ച് നേരത്തെ ഓടുന്നതിന് ശേഷം നമ്മൾ യാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കാണ്. ഇവിടെ എപ്പോഴും ക്യാമറ വണ്ടി കിടക്കുന്ന സ്ഥലമാണ്. ക്യാമറ വണ്ടി പറഞ്ഞപ്പോൾ ജോംസൺ ഇതുകൊണ്ട് ഇതാണ് യാക്ക്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്ഥലമാണ്. അതിൻ്റെ പ്രത്യേകത വേറെ ഒന്നുമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം കാപ്പി കിട്ടും. പിന്നെ വേറെ ഒന്നുമല്ല, നല്ല പൈ. സൈഡിലോട്ടൊക്കെ നോക്കിയാൽ ജോംസാ നല്ല വീടുകളും ചെറിയ ചെറിയ പൈക്കടകളൊക്കെ ഉണ്ട്. പൈ അതായത് നമ്മുടെ ചില ഹോം മെയ്ഡ് പൈ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ നല്ല കപ്പ ഇറച്ചി എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈ കിട്ടുന്ന ഒരു സ്ഥലത്തെ ഇത് ബക്സ് കൺട്രി, അവിടെ നല്ല പൈ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ കുറച്ച് കുഞ്ഞൊരു ക്യൂട്ട് സ്ഥലം. പിന്നെ ആ കാണാൻ നമ്മുടെ ഫേവറേറ്റ് ഒരു ചായക്കടയാണ്. അത് ആ കാണാൻ നല്ല ചുമന്ന ഇതൊക്കെ വെച്ചിട്ടില്ലേ, അത് ഭയങ്കര. അവർ ഏകദേശം കഫേ അടച്ചു പഴയ രീതിയിൽ. നമ്മളെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. അല്ല, നമ്മൾ തെറ്റിദ്ധരിക്കണ്ട, ഇതുവഴി ടൂർ പോകുന്ന കേട്ടോ. അപ്പോൾ അത് ഇതുവഴി ഇങ്ങനെ നേരെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ യാക്ക്. അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 200 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. ഇത് ഇപ്പം ഭയങ്കര രസമാണ് ഈ താഴെ കാണാൻ അല്ലേ. അതിവിടെ ഒരു ഡാമിൻ്റെ ഉണ്ട്, ഒരു ഹാച്ച്മെൻ്റ് ഏരിയ ഉണ്ട്. അതിൻ്റെ വെള്ളമായി കയറി കിടക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. അതായത് നമുക്ക് അതുവഴി നടക്കാം ഇങ്ങനെ. ഈ ധോണി കണ്ടില്ലേ, നല്ല രസമാണ്. ഈ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് ആ വീട് അവിടെ കൊണ്ടൊരു വീടുണ്ട്, ആ മോള് വശം കണ്ടില്ലേ, ഹോളി വൈബല്ലേ ആ വീട്. ഭയങ്കര രസമാണ് ആ വീട്. ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ. ഇതുപോലൊക്കെയുള്ള ക്യാച്ച്മെൻറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ അടിപൊളി, സൂപ്പർ. അപ്പോഴത്തെ ഞങ്ങൾ നല്ല കിടുക്കാച്ച സ്ഥലത്ത് വന്നേക്കാണ്. നമ്മൾ സാധാരണ അവിടെ ഒരു ഡാം സൈറ്റ് ഉണ്ട്. ഇതുവഴി അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ അതൊരു ഡാമിൻ്റെ ചെറിയൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. അവിടെ ഇത് കണ്ടില്ല, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങളിവിടെ വന്നതല്ലേ? അത് കണ്ടോ, ഇത് എങ്ങനെയുണ്ട്? ഇതാണ് എന്താണ് നിങ്ങൾ പറഞ്ഞത് ഇതുവഴി ഒരു ഫുഡ് കഴിച്ച സ്ഥലമെന്ന് പറഞ്ഞല്ലേ? ഓക്കെ. ഇത് കണ്ടില്ല, ഇത് അടിപൊളി സ്ഥലമാണ്. ഇത് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ നമുക്ക് മനോഹരമായ സ്ഥലമാണ്. എങ്ങനെയുണ്ട് ജോംസ ഈ സ്ഥലം? പൊളി സ്ഥലമല്ലേ, നല്ല വൈബല്ലേ. അതായത് ഇത് കണ്ടില്ലേ, അവിടെ നല്ല ഡാം, ക്യാമ്പിങ് അലൗഡ്. ക്യാമ്പിങ് ചില സ്ഥലത്തൊക്കെ അലൗഡ്, ഇവിടെ അലൗഡ് ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ടോയ്ലറ്റ് സൗകര്യങ്ങളും നമുക്കിതേ ചെറിയൊരു കട, തട്ടുകട നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. എന്തെങ്കിലും മേടിച്ച് കഴിച്ചാലോ? വിശപ്പ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കട വന്നല്ലേ? അടിപൊളി, സൂപ്പർ. നിങ്ങൾ നേരത്തെ ഇത് വന്നിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? മൗണ്ട് ബുള്ളർ. അത് തന്നെ, മൗണ്ട് ബുള്ളർ പോകാം, ബ്രൈറ്റ് ഒക്കെ പോകാൻ നല്ല കിട്ടുക്ക സ്ഥലമാണ്. കണ്ടില്ലേ? ഫിഷിംഗ് അലൗഡ് അവിടെ. ഫിഷിങ്ങിൻ്റെ
ഫിഷിങ്ങിൻ്റെ പോയിൻ്റ് ഇതല്ല. നല്ല കിടുവാണ്. നമുക്ക് ഏതായാലും അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സാധനം നമുക്ക് പറ്റിയ സാധനങ്ങൾ കിട്ടുമോ എന്ന് നോക്കാം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി കയറിയാണ്. അപ്പോഴാണത് ഈ ഹോട്ട് ഫുഡിൻ്റെ ഈ ചെറിയൊരു വാൻ കണ്ടത്. അപ്പോൾ അവർ ഏകദേശം അടയ്ക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ കച്ചവടം കിട്ടിയത്. ഏതായാലും കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അതും കഴിച്ചിട്ട് പോകണം. ഈ പ്രാവശ്യം ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ബാച്ചിലേഴ്സ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും ഉണ്ടായിക്കൊണ്ട് വന്നില്ല. കുറച്ച് എഗ് ആൻഡ് ബേക്കൺ റോളും ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു. കാരണം ഏകദേശം 3-3:30 ആയി. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അവിടെ എത്തുള്ളൂ. കണ്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ സ്ഥലമാണ് ലേക്ക് മലക്കൂട്ട. ഭയങ്കര രസമാണ് ഈ സ്ഥലം കാണാനായിട്ട്. കാരണം അതുകൊണ്ട് ബ്യൂട്ടിയാണ് ഈ സ്ഥലം. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയല്ലേ അല്ലേ? നമ്മുടെ ചൂടുള്ള ഹോട്ട് ഡോഗ് അല്ലേ? ചൂടുള്ള ഹോട്ട് ഡോഗ് കിട്ടോ? എല്ലാം ഓക്കെ അല്ലേ? യാത്രയൊക്കെ എങ്ങനെയുണ്ട്? ജോൺസൺ മിണ്ടുന്നുമില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേരൊക്കെ നമുക്ക് സാധനം പൊളി സാധനം പോയ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഇതല്ലേ? ചൂടായി തുടങ്ങി. നല്ലൊരു കാപ്പി ഓർഡർ ചെയ്തു. അത് ഇങ്ങനെ ഒരു വൈബ് അല്ലേ? നമ്മുടെ ഓസ്ട്രേലിയയിലെ തേക്കടിയുടെ സൈഡിലിരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു ബോട്ടിംഗ് കൂടെ ഉണ്ട് പൊളിച്ചാൻ അല്ലേ? ഇനി നമുക്കിവിടെ 100 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. കാപ്പി ഇപ്പോഴും കയ്യിലുണ്ട്. നല്ല ഫുഡായിരുന്നു അല്ലേ? നല്ല കുഴപ്പമില്ലായിരുന്നു. ജിറ്റോ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി ചിക്കൻ കറിയൊക്കെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? ഇച്ചിരി വൈബ് വേറെ ആയി പോയാനെ. അത് പോട്ടെ, ഇനിയും ട്രിപ്പുകളൊക്കെ വരും. അപ്പം നമുക്ക് കൊണ്ടുവരാം. എന്നാൽ നമുക്ക് പോയാലോ? ഞാൻ മാറി ഓടിക്കണോ? വേണേ ഞാൻ ഓടിക്കാം. എന്നാൽ ഞാൻ ഇച്ചിരി ഓടിക്കാം. കാരണം ഇത്ര നേരം ജോൺസൺ ഓടിച്ചല്ലേ. അപ്പോൾ എന്താ ഇനി അടുത്ത സാരഥി ഞാനാണ്. ജിറ്റോ ആയിരുന്നു ആദ്യം. വീഡിയോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് എടുക്കാം, നോക്കാം. അപ്പോഴത്തേ നമ്മുടെ ഏകദേശം നമ്മൾ വഡൂങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഏകദേശം ഒരു 37 കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങോട്ട് നോക്കി. എന്നാ മഴ ജോംസേ, മഴ കാണിച്ചു കൊടുത്ത്. ഇടുക്കാച്ച് മഴ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മഴ. ഒന്നും കാണാൻ മേല അല്ലേ? അടിപൊളി മഴ, ഭയങ്കര. ഇത്രയും നേരം നല്ല തെളിഞ്ഞു നിന്നിട്ട് പെട്ടെന്നാണ് മഴ അങ്ങോട്ട് മാറി. ഒന്നും റോഡിലൊന്നും കാണാൻ പോലും. ആ വണ്ടിയുടെ ഇതെല്ലാം കാണാനല്ലേ? പെട്ടെന്ന് അങ്ങ് മഴ. അത് നമ്മൾ വരുന്ന സന്തോഷം പ്രകൃതി അങ്ങ് കരയുകയാണ്, കരഞ്ഞു തീർക്കുകയാണ്. ഇനി നമ്മളെ കാത്തിരിക്കുന്ന ആൾ അവിടെ നിന്ന് കരയുന്ന ഇത്രയും കണ്ണീര് വരുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. അവന്മാരെല്ലാം എത്താറായെന്ന് പറയാനുണ്ട്. ഏതായാലും കൊള്ളാം, ഒന്നും കാണാൻ മേല. പ്രായമായതിൻ്റെ ആണോ മഴയുടെ ആണോ എന്ന് അറിയാൻ മേല. ഏതായാലും നല്ല കിടുക്കാച്ചി മഴ, 1.5 മഴയാണ്. കണ്ടില്ലേ എന്നാ മഴയാണ്. അതെ, പെട്ടെന്ന് കാലാവസ്ഥ മാറി. അതെ, പെട്ടെന്ന് വെതർ മാറി, മഴയായി. ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇവിടെ 110 പക്ഷേ ഇപ്പം വണ്ടി പോകുന്ന വെറും 60 പോകുന്നത്. ഇപ്പം മഴ പെയ്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞുള്ളൂ, മഴ തീർന്നു. ഇവിടെ മഴ പെയ്തിട്ടുമില്ല അല്ലേ? ഒന്നുമില്ല. എൽസനാണെങ്കിൽ ഒരു മഴ കഴിഞ്ഞ ഉറക്കം കഴിഞ്ഞത് വെയിലായി. എല്ലാവരും ഓക്കെ അല്ലേ? ആൾക്കാർ ഓൾ സെറ്റ് അല്ലേ? ആ അതെ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ എങ്ങോട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സനൽ, നമ്മുടെ മുടിയൻ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. അതായത് ന്യൂ സൗത്ത് വെയിൽസിൻ്റെ വിക്ടോറിയൻ ബോർഡറിലാണ്. പുള്ളിക്ക് ഭയങ്കര പിടിപാടുള്ള പാർട്ടിയാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഇനി ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ. വെൽക്കം ടു വഡൂങ്ക. വഡോങ്കായിൽ വന്നു. വഡോങ്കയുടെ വീതികളിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പ്. ഇവിടെ വന്നപ്പോൾ ഒരു പച്ചപ്പ് കാണുന്നുണ്ട് അല്ലേ? ഒരു വലിയ സിറ്റിയാണ്. കാരണം വഡോങ്ക, ഓബറി ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത സിറ്റികളാണല്ലോ. സൺലൈറ്റിന്റെ ഏരിയ ആണ്. അതെ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് നമ്മൾ അടുക്കുന്നു. ഇനി വെറും 290 മീറ്റർ മാത്രം. ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കാനാണ് പറയുന്നത്. ഏതായാലും അടിച്ചു നോക്കാം. കറക്റ്റ് സ്ഥലത്താണ്. അത് തന്നെ നമ്മുടെ സൺലേട്ടൻ്റെ സ്ഥലം ഏകദേശം എത്തി. ഇവിടുന്ന് അകത്തോട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. ഒന്നല്ല 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെ, അവിടെ എങ്ങാണ്ട് കേട്ടോ. പുള്ളി നമ്മൾ വന്നത് പ്രമാണിച്ച് പുള്ളി പോയോന്ന് എനിക്ക് വേറൊരു ഡൗട്ടുണ്ട്. ഇനി പുള്ളി ഇവിടുന്ന് സ്ഥലം വിട്ടോന്നുള്ളത്.
ഒരു പേടിയുണ്ട്. പരവതാനി താല്പര്യം ഒക്കെ ഉണ്ടെന്നാ പുള്ളി പറഞ്ഞു. നമ്മൾ വരുന്ന പ്രമാണിച്ച് സെറ്റാക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഒന്നും കാണുന്നില്ല. ഇനി പുള്ളി തന്നെ ഉണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് ഡൗട്ട്. പുള്ളി പറഞ്ഞ വടങ്ങാതായിട്ടുള്ള സ്വീകരണമാണെന്നാ പറഞ്ഞത്. പക്ഷേ ഇപ്പം ഇതൊന്നും കാണുന്നില്ല. ഏതായാലും നോക്കാം. അതേണ്ട സൺലൈറ്ററിൻ്റെ വീട് ഇതാണ്. ആ വീട്, ആ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. മാസ്റ്റാണ് പുള്ളിയാണത്. ഇത് പുള്ളിയുടെ വീടാണിത് ഈ കാണുന്നത്. പുള്ളി എല്ലാം അടച്ചു കെട്ടി പോയെന്ന് തോന്നുന്നു. ക്രിസ്മസ് ലൈറ്റ് വരെ ഇപ്പോഴുണ്ട്. ക്രിസ്മസിന് ലൈറ്റ് വരെ പുള്ളി ലൈറ്റൊക്കെ ഇനി പുള്ളി അടുത്ത വർഷം തന്നെ ആയിരിക്കുള്ളൂ. നമ്മളെ സൺലൈറ്റിന് എടുത്തെത്തിയ സൺലൈറ്റ് നിങ്ങളുടെ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞു. നിമ്മി എന്നാണ്? ഹായ്, എത്ര നാളെ കണ്ടിട്ട്? ജോലി തിരക്കിൻ്റെ ആ തിരക്കുകൾ കാരണം അല്ലേ? സൺലൈറ്റിൻ്റെ ഇത് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, എന്നോട് ഒരാൾ പറയാണ് ബോഡോങ് ഉദ്ദേശിച്ച കണക്കല്ല, കിടുക്ക സ്ഥലമാണ്. ഈ പുള്ളിക്ക് മാറാൻ ചെറിയൊരു താല്പര്യമുണ്ട്. പുള്ളി ക്രിക്കറ്റ് കളിക്കാൻ വന്നല്ലേ? പുള്ളി ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു വൈബിലാണ്. കണ്ടില്ലേ? അപ്പോൾ സൺലൈറ്റ് എല്ലാം സെറ്റല്ലേ? ഓക്കെ. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ കണ്ട് താലപ്പൊലിയൊക്കെ ഇട്ടിട്ടുണ്ടോ? ഒരു വകയും കാണുന്നില്ല. മോനെ അല്ലേ, ഹായ്, നിനക്ക് കുറവാണ് എന്നെ. ഓ ജെറോൺ നമ്മളെ ഇനിയും കൊണ്ടുവരാം. അടുത്ത ദിവസം വിളിക്കുമ്പോഴത്തേക്ക് ഇനിയും കൊണ്ടുവരാം. അതെ, വന്ന ഉടനെ ചായ ഒക്കെ തരുന്നത് കേട്ടോ. ഓ അങ്ങനെ സൺലൈറ്റിന് ഭയങ്കര ചായക്കാരൻ. അതാ പുള്ളിയുടെ ആ ചായയും ഈ നമ്മുടെ മറ്റേത് എന്നാ സ്റ്റേക്ക്, അതെ, പിന്നെ നിമ്മിയുടെ ബിരിയാണി, നമ്മുടെ കുക്കർ ബിരിയാണി, അതൊക്കെ കിടുവല്ല. ഇവിടെ പേര് നിമ്മി മറന്നുപോയി. നോന എടി നോന ചിരിച്ച് നോനക്കുട്ടി സൺലൈറ്റാ എല്ലാം ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ പുതിയ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കാണാത്ത 2 ആൾക്കാരുണ്ട് ഇവിടെ. അവരാരൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിക്കേ. അഖില് നാട്ടിലെ, ഞാൻ കോഴിക്കോട്. ആ കേട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടിൽപ്പാലം ഒക്കെ അടുത്തല്ലേ? വൈഫ് നിങ്ങൾ കോഴിക്കോട് തന്നെ. അപ്പം നിങ്ങൾ എത്ര നാളത്തെ സുഹൃത്തുക്കളാണ്? ഞങ്ങളൊരു 4-5 മാസം പരിചയമുള്ള അല്ലേ? സെപ്റ്റംബറിൽ വന്നു അല്ലേ? കുറെ കാലം പരിചയമുള്ളവരെ പോലെ പോയി. അതാണ് നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. ആ ബന്ധങ്ങളുടെ തീവ്രത എന്ന് പറയുന്നത്, ദൃഢത എന്ന് പറയുന്നത് അല്ലേ? അല്ലേ, അതുകൊണ്ടാണല്ലോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒടുവാങ്കൽ വർക്ക് ചെയ്യുന്നത് അല്ലേ? അല്ല, ഓൾബറിയിൽ വർക്ക്. ആ ഓക്കെ. അപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം, കാണാൻ സാധിച്ചത് കേട്ടോ. ഓക്കെ. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സൺലൈറ്റിനെ കാണാൻ വന്ന വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടം കൊണ്ട് ലൈക്ക് ചെയ്യാം. അപ്പം തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.